ഞാൻ എൻ്റെ ഒരു സന്തോഷം പറഞ്ഞോട്ടെ എടാ, എനിക്ക് നിലമ്പൂരിൽ നിന്നൊരു കൊറിയർ. ഞാൻ വീട്ടിൽ ചെയ്യേണ്ട പൊട്ടിക്കാം. ഇനി എന്ത് സാധനമാണെന്ന് അറിയില്ലല്ലോ, എനിക്കും അറിയില്ല. അതുകൊണ്ട് വീട്ടിൽ ചെയ്യേണ്ടി ഞാൻ നോക്കാം. നിലമ്പൂരിൽ നിന്ന് പാഴ്സലാ, വീട്ടിൽ ചെയ്യേണ്ടി നോക്കാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അയച്ചതാണ്. എനിക്കിന്ന് സ്കൂളിലെ ഒരു കൊറിയർ വന്നു. അപ്പം അത് ഒന്ന് പൊട്ടിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്താലോ, ഒരു അൺബോക്സിങ് വീഡിയോ. ആരയച്ചാന്ന് ചോദിച്ചാൽ നിലമ്പൂരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ആരായിരിക്കും എനിക്ക് നിലമ്പൂരിൽ നിന്ന് ഇതുപോലെ ഗിഫ്റ്റ് തരണമെങ്കിൽ? രമ്യ ടീച്ചറോ രഞ്ജിൻ ടീച്ചറോ? കിമ്മി ടീച്ചറോ രഞ്ജിനി ടീച്ചറാണ് ഗിഫ്റ്റ് അയച്ചത്. ബില്ലിലെ അഡ്രസ്സ് കിടക്കുന്നത് രമ്യ ടീച്ചറിൻ്റെ പേരാണ്. അപ്പം ഇപ്പം എനിക്ക് കൺഫ്യൂഷൻ, ഇത് രമ്യ ടീച്ചർ അയച്ചാണോ രഞ്ജിൻ ടീച്ചർ അയച്ചാണോ? രഞ്ജിൻ ടീച്ചറാണ് എന്നോട് പറഞ്ഞത് തനിക്കൊരു കൊറിയർ വരുന്നുണ്ടെന്ന്. ഇതിലെ അഡ്രസ്സ് രമ്യ ടീച്ചറിൻ്റെയാണ്. അപ്പോൾ രഞ്ജിൻ ടീച്ചറിൻ്റെയും രമ്യ ടീച്ചറിൻ്റെയും വകയായിട്ടുള്ള ഗിഫ്റ്റ് ആയിരിക്കും ഇത്. എന്തായാലും അകത്ത് എന്താണെന്ന് പൊട്ടിച്ച് നോക്കാം. എനിക്ക് ഊഹിക്കാം അതെന്താണെന്ന്. ഇത് കണ്ടപ്പോൾ മനസ്സിലായി. എൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള സാധനമാണ് എത്തിയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പം ഞങ്ങളുടെ സ്ഥിരം ഒരു കലാപരിപാടിയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സാധനം തന്നെയാണ് വന്നേക്കുന്നത്. ഞാൻ ഇതിനകത്ത് എന്തായിരിക്കും എന്ന് സ്കൂളിൽ ടീച്ചർമാർ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എന്തെങ്കിലും നെയിൽ പോളിഷ് പോലെ എന്തെങ്കിലും സാധനം ആയിരിക്കും എന്ന്. ഞാൻ വെറുതെ ഞാൻ പറഞ്ഞതാ. നെയിൽ പോളിഷ് ഉണ്ട്, നെയിൽസ് ഒക്കെ നമുക്ക് ചെയ്യാൻ. നല്ല പാക്കിംഗ് ആണ്, ഉടയാതെ വന്നിരിക്കുന്നത്. ഇത് പലതരത്തിലുള്ള ബ്രഷുകൾ, നെയിലാർട്ട് ചെയ്യാൻ തന്നെയുള്ള ബ്രഷുകളാണ്. പല ഷേപ്പുകൾ നോക്കി കൊണ്ടുവന്ന് വരച്ച് ചേർക്കാൻ പറ്റും. പിന്നെ ഇതെന്ന് പറയുന്നത് പല കളറിലെ നെയിൽ പോളിഷ് നമുക്ക് ഇങ്ങനെ കുത്തിയിട്ടിങ്ങനെ ഡിസൈനുകൾ ഇങ്ങനെ കൊടുക്കാം. അതിന് ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്തത് നെയിലാണ്. ഇത് നെയിലാണ്. ഇത് നമ്മുടെ ഓരോ വിരലിനനുസരിച്ചുള്ള നെയിൽസ് ഉണ്ട്. ഇത് ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് നെയിൽ ഇങ്ങനെ ഓരോ നെയിൽസ് എടുക്കണം. എടുത്തിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഫിംഗർ ഏതാണോ അതിങ്ങനെ വെച്ച് നമ്മൾ ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് ഒട്ടിക്കുന്നത് ഈ ഒരു പശ ഉപയോഗിച്ചാണ്. അതിൻ്റെ നെയിൽ ഗ്ലൂ ഉണ്ട്. ആ ഗ്ലൂ ഇതിനകത്ത് ഒഴിച്ച് നമ്മളിത് ഒട്ടിക്കണം. അതും 2 ഉണ്ട്. എന്നിട്ട് അതിനെ ഒട്ടിച്ചിട്ട് പിന്നെ ഇഷ്ടമുള്ള നെയിൽ പോളിഷ് കൊടുക്കാം. കൊടുത്തിട്ട് ആ കളേഴ്സുകളൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തന്നെ ഇതിനകത്ത് എന്ത് ചെയ്യും? ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളിത് അങ്ങനെ ഉപയോഗിക്കാത്തൊരു സാധനമാണ്. ഇത് നമ്മൾ നെയിൽ പോളിഷ് അടിച്ചിട്ടേ ഇതിലെ പൂക്കളൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് അതിൽ ഒട്ടിക്കാം. ഇത് ഓരോന്ന് സ്റ്റിക്കറുകളാണ്, ചെറിയ സ്റ്റിക്കറുകളാണ്. പൊട്ടിക്കുന്നില്ല തൽക്കാലം, നമുക്ക് ഉപയോഗിക്കണം പൊട്ടിക്കാം. എന്നിട്ട് സ്റ്റിക്കർ ഇതിൽ ഒട്ടിക്കണം. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതും ഇതുപോലെ തന്നെ ചെറിയ ടേപ്പുകളാണ്, വീതി കുറഞ്ഞ നൈസ് ടേപ്പുകളാണ്. ആ ടേപ്പും നമുക്ക് ഇതുപോലെ വരകൾ പോലത്തെ ഡിസൈൻ കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. എനിക്കറിയായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും എനിക്കുള്ള എന്തെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും ആ കൊറിയർ വരുന്നത്. എനിക്ക് രൂപമുണ്ട്. ഇതെന്ന് പറയുന്നത് ഓരോ കളേഴ്സിലെ പിന്നെന്താ പൊടികളാണ് ഇതിനകത്ത്. അത് നെയിൽ പോളിഷ് ഇട്ട് ഇടുമ്പോൾ ഇതിനായിട്ട് വേണമെങ്കിൽ ഇടാം, പല ഡെക്കറേഷനിൽ ഇടാം. ഇതൊക്കെ എനിക്ക് സ്റ്റാർ അങ്ങനെയുള്ള സാധനം സ്റ്റാർ ഒക്കെയാണ്. നമുക്ക് തുറന്ന് നോക്കാം. ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെ സ്റ്റാറുകൾ പോലത്തെ സാധനങ്ങളാണ്. അത് നമ്മൾ നെയിൽ പോളിഷ് അടിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒട്ടിക്കാനാണ്. എനിക്ക് ഒന്നാമത് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഭയങ്കര ക്രേസാണ്. അതിൻ്റെ കൂടെ എന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള സാധനമാണ്. ഗിൽറ്റർ പൊടി പോലത്തെ സീ പൊടികൾ, ഇതൊരു സൈസ് പൊടിയാണ്. അതിങ്ങനെ ഇടാം നമുക്ക്. അതൊക്കെ എന്താ പറയുക, എന്തൊരു അടിപൊളി ഗിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പം നമുക്കേ
നമുക്കിത് എപ്പോഴെങ്കിലും ഒരു അവധി ദിവസം കിട്ടുമ്പോൾ നമുക്ക് ഇതിലെ പണികളൊക്കെ നമുക്ക് നല്ല ചങ്ങാതിമാർ ശരിക്കും ഭക്ഷണം പോലെയാണ്, നമുക്ക് മതിയാവൂല. രാവിലെ എത്ര ഭക്ഷണം കഴിച്ചാലും ഉച്ചയാകുമ്പോഴേക്ക് പിന്നെയും വിശക്കുന്നത് കണ്ടിട്ടില്ലേ? നമുക്ക് മതിയാവില്ല. അത് എപ്പോഴും ആവശ്യമുള്ളത്, മരുന്ന് പോലെയല്ല. നല്ല ചങ്ങാതി നല്ല അന്നമാണ്, നമ്മളെ ഇങ്ങനെ ജീവിപ്പിക്കുന്നൊരു ഘടകമാണ് നല്ല ചങ്ങാതി.